ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ദിവസമായിട്ട് അമ്പലത്തിൽ പോകണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും മഴ കാരണം കൊണ്ട് അതങ്ങനെ അങ്ങ് നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ മഴയൊക്കെ കുറച്ച് കുറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ വേഗം ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. നമ്മുടെ റെഡി ആകാമെന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഐലൈനർ കൊണ്ട് കണ്ണൊന്ന് എഴുതുക, ഒരു പൊട്ട് തൊടുക, ഒരു ലിപ്സ്റ്റിക്ക് ഇടുക, കഴിഞ്ഞു. മുടി കെട്ടുക, സിമ്പിൾ പരിപാടി കഴിഞ്ഞു. അപ്പോൾ വേഗം റെഡിയാവാണ്. റെഡിയായിട്ട് വേഗം പോകണം. 6 മണി കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ മഴ ആയതുകൊണ്ട് ഭയങ്കര ഇപ്പം തന്നെ ഒരു ഇരുട്ട് പോലെ ആയിട്ടുണ്ട്. ഒരുപാട് സന്ധ്യ ആകുന്നതിന് മുമ്പ് പോയിട്ട് വരണം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അമ്പലത്തിൽ പോകാൻ ഇറങ്ങുമ്പോഴേ എനിക്കെപ്പോഴും മനസ്സിൽ ഓർമ്മ വരുന്നൊരു കാര്യമുണ്ട്. അവൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് അവൾക്ക് ഈ സൗണ്ടൊക്കെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അമ്പലത്തിലേക്കോ അല്ലെങ്കിൽ ഉത്സവങ്ങൾ നടക്കുന്ന സ്ഥലത്തേക്കോ ഒന്നും പോകാറില്ലായിരുന്നു. ലാസ്റ്റായിട്ട് അവളുടെ ഒരു ചോറ് കൊടുക്കേണ്ട സമയത്തോ മറ്റുമാണ് ഞാൻ അമ്പലത്തിൽ പോയത്. അതിനുശേഷം അവൾക്കൊരു 3-3.5 വയസ്സാകുന്ന സമയത്താണ് പിന്നീട് ഞാനൊന്ന് അമ്പലത്തിലേക്ക് പോകുന്നത്. അന്നത്തെ എക്സ്പീരിയൻസ് ഒന്നൊന്നര എക്സ്പീരിയൻസ് ആയിരുന്നു. അന്നൊരു ഉത്സവത്തിന് പോയതാണ്. ഈ ചെണ്ടകൊട്ടിൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട് ഇവളെന്നെ എന്തൊക്കെയാണ് ചെയ്ത്, കടിച്ചു പറിച്ചു, മുടിയെല്ലാം വലിച്ചു പറിച്ച് എന്നെ കൊല വിളിച്ചു. അമ്മോ, അവൾക്ക് പേടി മാറിയോ ഇല്ലയോ, അവളെയും കൊണ്ട് പോകാനുള്ള ടെൻഷൻ എന്തായാലും എനിക്ക് മാറിക്കിട്ടി. അപ്പോൾ അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവളെയും കൊണ്ട് പോകാറുണ്ട്. ആദ്യമൊക്കെ സൗണ്ട് കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാകും, നമ്മുടെ വട്ടം മുറുക്കെ പിടിക്കും. പക്ഷെ ഗ്രാജുവലി അവൾ ഓക്കെ ആയിട്ടോ. അധവ മാമവദേവ സാധു ജനാർദ്ദന സാർവഭൗമ മാധവ മാമവ ദേവ സാധു ജനാർദ്ദന സാർവഭൗമ മാധവ മാമവ ദേവ സാധു ജനാർദ്ദന